ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു വെറൈറ്റി പോർക്ക് കറി ഉണ്ടാക്കാം. അതിന് ഞാനെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ 2 കിലോ പോർക്കുണ്ട്. ഒരു 2.5 സ്പൂണ് മുളക് പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി. അത് കറി ആയത് കാരണം രണ്ട് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 1 സ്പൂൺ ഇടുകയുള്ളൂ. പിന്നെ ഗരം മസാല 1 സ്പൂണ്, ഒരു സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില, പിന്നെ ഉള്ളി, ഒരു 4 ഉള്ളി. കറി ആയ കാരണം 4, ഇല്ലെങ്കിൽ 2. ഫ്രൈ ആണെങ്കിൽ 2 ഇട്ടാൽ മതി. ഇതവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. പുരട്ടി വെച്ച് അടുപ്പേ കയറ്റിയിരിക്കുകയാണ്. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അടുപ്പേ കയറ്റി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 തക്കാളിക്ക ഹാഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 10 നമ്മളൊന്ന് കുക്ക് ചെയ്തൊരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ശരിയാവും. തൊലി ഊരിപ്പോരും. 10 മിനിറ്റ് കുക്കായിട്ടുണ്ട്. നമ്മളതിൻ്റെ തൊലി ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുത്ത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പടി ഇതായിപ്പോവും. ഇതാകുമ്പോൾ തൊലി നമുക്ക് എടുത്ത് കളയുകയും ചെയ്യാം, നല്ല മാഷായിട്ടിരിക്കുകയും ചെയ്യും. കണ്ടില്ലേ, തൊലി കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഗുഡൻസ്. നമുക്ക് അത് കഴിഞ്ഞ് ഒരു ഒരു 2 കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിക്കണം. ഇപ്പം ഒട്ടും വെള്ളമില്ല, കണ്ടില്ലേ, ഒട്ടും വെള്ളമില്ല. ഞാൻ ശകലം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു എന്നാ ഒരു ഒരു കുറേ നേരം ഒന്ന് കുറഞ്ഞ ഒരു മണിക്കൂർ വരെ ഒന്ന് വേവിക്കണം. അതിന് കൂടത്തിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് പച്ചക്ക. അങ്ങോട്ട് ഇത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിടുക. നല്ല ടേസ്റ്റിയാണ്. പിന്നെ വേറെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടണം, അത് ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് കായ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് വീണ്ടും ഒരു അരമണിക്കൂർ വേവിക്കുക. അപ്പം കായൊക്കെ നല്ല പഞ്ഞി പോലെ വേകും. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമുക്ക് നോക്കുമ്പോൾ ഇത് ഈ പരുവാവും. നോക്കി, അടിപൊളി കറിയാണ്. ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് ഇടയ്ക്ക് അതിന് കൊടുത്ത് നമ്മൾ തേങ്ങാപ്പാലും കൂടി നമുക്ക് ഒഴിക്കാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതും കൂടെ ഒരു ഒരു ടിന്നൊഴിക്കണം. പക്ഷേ നോക്കി, കായൊക്കെ ഇപ്പം നല്ല ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ആ തേങ്ങാപ്പാലോട് ഒഴിച്ച് ലാസ്റ്റാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുന്നത്. ആ തേങ്ങാപ്പാൽ നമുക്ക് പിന്നെ നമുക്ക് വെള്ളം കുറഞ്ഞ് പോയ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇത് കറിക്കുള്ള അതിനനുസരിച്ചുള്ള നമുക്ക് തേങ്ങാപ്പാൽ എന്തായാലും ഒഴിക്കാം. ഇതാണ് കടയിൽ നിന്ന് മേടിക്കുന്ന തേങ്ങാപ്പാൽ. അത് ഒരെണ്ണം ഒഴിച്ചാൽ മതി. 2 കിലോ 2.5 കിലോ പന്നിയല്ലേ, അതൊഴിച്ച് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ലാസ്റ്റ് ഇട്ടാൽ മതി. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് എന്തായാലും വേകും. ഇപ്പം അത് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇതുപോലെ ക്യൂബ്സായിട്ട് കേട്ടോ, വലിയ ക്യൂബ്സായിട്ട് കേട്ടോ, ചെറുതായിട്ട് കരുത്, ചെറുതായി പൊടിഞ്ഞു പോകും. വലിയ ഉരുളക്കിഴങ്ങ്, ഒരു 2 ഉരുളക്കിഴങ്ങ് നല്ല വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലൂടെ ചേർത്ത് ഇളക്കി ഒരു 15 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേന് നല്ല വെന്ത് നല്ല ഭസ്മം പോലെ വേവും. എന്നിട്ട് എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ആ ഉരുളക്കിഴങ്ങ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല. ഒരു ശകലം പോലും എണ്ണ നമ്മൾ ഒഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനൊരു ഗുണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഒരു മണവും ടേസ്റ്റൊക്കെ കിട്ടും. ഇതൊന്നിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ വെച്ച് അതിന് അടച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ചാൽ മതി. സൂപ്പറായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉരുളക്കിഴങ്ങ് നല്ല വെന്തിട്ടുണ്ട്. നോക്കി, ഇത് നല്ല പരുവായില്ല. ഇതിന് പൊറോട്ടയൊക്കെ കൂട്ടി അങ്ങ് പിടിച്ച് കഴിഞ്ഞാണല്ലോ അടിപൊളിയായിരിക്കും. നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ എന്തായാലും നോക്കാം. അത് ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ, പൊടിഞ്ഞു പോയിട്ടില്ല. കാരണം ഇത്രയും വലുതായിട്ടിരിക്കുന്നതാണ് പൊടിയാത്തത്. നമ്മൾ കുഞ്ഞായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് വലുതാക്കിയിട്ട്. നമുക്ക് ടേസ്റ്റ് എന്തായാലും നോക്കാം. അല്ല, അതിൻ്റെ കളറും ആ ചാറും കണ്ടില്ലേ, നല്ല അടിപൊളിയല്ലേ. ഇത് ഉരുളക്കിഴങ്ങ് നല്ല ഭസ്മം പോലെ ആയിട്ടുണ്ട്. നല്ല, അപ്പോൾ ആ നെയ്യൊക്കെ പിടിക്കുന്ന കാരണം നല്ല ടേസ്റ്റിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയല്ലേ. അതെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വായിലോട്ട് വെച്ചാൽ അലിഞ്ഞു പോകും, അത്ര ടേസ്റ്റിയാണ് അത്. അടിപൊളി, നല്ല അടിപൊളിയാണ്. കാരണം വായിലിട്ട് കഴിഞ്ഞാൽ മെൽറ്റായി പോകും. അത്രയ്ക്കായിട്ട് ഈ സ്ലോ കുക്ക് ചെയ്യുന്ന കാരണം നന്നായിട്ട് വേകുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു ടേസ്റ്റും അതാണ്. കണ്ടില്ലേ, ആ കായും അതെല്ലാം കൂടെ കൂട്ടി ഒന്നിച്ച് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അത്രയ്ക്ക് മെൽറ്റായി പോകും അത് വായിൽ. ഈ ഇത്ര മണിക്കൂർ കുക്ക് ചെയ്യുന്നത്, ഏകദേശം ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂർ മേളിൽ കുക്കായി, 2.5 അല്ല 3 മണിക്കൂർ കുക്കായിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയുക. സൂപ്പറാട്ടോ. ആണല്ലേ, നല്ല കുഴമ്പ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും ഒരു അഭിപ്രായം പറയണം. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണും.